വളരെ പ്രശസ്തനായ കുഞ്ഞിക്കുട്ടന്മാരാർ എന്ന ചെണ്ടവിദഗ്ധന്റെ നാട്. കേരളീയ ക്ലാസിക്കുകളുടെ പഠന കേന്ദ്രമായ ഷൊർണൂർ എന്ന പ്രകൃതി രമണീയമായ ആ ഗ്രാമത്തിൽ വെച്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ദാരുണമായ ഒരു സംഭവ കഥയുടെ രംഗാവിഷ്കാരമാണ് ഈ ലഘുനാടകം. 2-3 മണിക്കൂറുകൾ കൊണ്ട് പറയേണ്ട സംഭവങ്ങൾ വെറും 18 മിനിറ്റുകൾ കൊണ്ടാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെതായ കുറവുകൾ ഇതിൽ പ്രതിഫലിച്ചേക്കാം. വർഷങ്ങളുടെ ഓർമ്മയിൽ അലറിത്തുടിക്കുന്ന സത്യസന്ധമായ നിർമ്മലമായ ആ ഗ്രാമത്തിലേക്ക് സംഭവിച്ചു പോയ സംഭവങ്ങളുടെ ഒളിത്തുടിപ്പുമായി ഞങ്ങളില്ല. ചെന്നിട്ട് വേണം പൂരങ്ങളുടെ പൊടിയൂരാക്കാൻ. ആയിക്കോട്ടെ, ഒരു സംശയം. ഏതൊക്കെ മഹാരാജാക്കന്മാരായിരുന്നു? ഹിമാലയം മുതൽ എവറസ്റ്റ് വരെ ഉണ്ടെന്ന് അവിടെ കൂട്ടിക്കൂട. അപ്പൊ ഗുരുവായൂർ പത്മനാഭനോ? അപ്പൊ പിന്നെ തിരുവമ്പാടി ശിവസുന്ദരോ? പിന്നെ പറയാനുണ്ടോ ഈ രാജ്യത്തെ അയ്യപ്പൻ? തകൃതിയായി. എന്നാ ചെവി അങ്ങോട്ട് തുറന്നു പിടിച്ചോളാം. സകല വികൃതികളുടെയും പേരങ്ങോട്ട് പറയാം. മംഗളാകുന്ന കർണൻ, കൂട്ടംകുളങ്ങര അർജുനൻ, കാറ്റേരി വിനയശങ്കർ, തെച്ചിക്കോട്ടാവ രാമേന്ദ്രൻ, ഗണേശൻ, പരമേശ്വരൻ, പിന്നെ കുഞ്ഞുകുട്ടനും. കുഞ്ഞുകുട്ടനും ആ ആനയൊന്നു ചിഹ്നം വിളിച്ചാൽ മേഘഗർജന. ആ ഗർജനമോ ഒരു കവിത പോലെയാ. ആ കവിത ഒരു കലാപമാ. എനിക്ക് അത്ര തെറ്റില്ലാട്ടോ. തിരുമുറിയാതെ തിമിർത്തു പെയ്യുന്ന കുളിർമഴ പോലെ ആർത്തിരമ്പി വരുന്ന തിരമാലകളുടെ ഗതിവിഗതികളെ സമന്വയിപ്പിച്ച് വീശിയടിക്കുന്ന ചുഴലിക്കാറ്റിന് മുകളിൽ കുട്ടിക്കയറി ജനമനസ്സുകളിൽ അസുരവാദത്തിന്റെ മാസ്മരിക ലഹരി പടർത്തുന്നവൻ അവൻ കുഞ്ഞുകുട്ടൻ. കവിത പറയാതെ കാര്യം പറയണു. ഇക്കൊല്ലം നമ്മുടെ ഉത്സവത്തിന് മേളത്തിന്റെ പ്രമാണം ആർക്കാണെന്ന് അറിയോ? മഠത്തിൽ കുഞ്ഞൂട്ടവാനാക്ക്. നേരോ? അപ്പൊ പൂരം പൊടി എന്താ ഒരു പക്ഷേ? അയാൾക്ക് വലിയ കൊട്ടുകാരനല്ലേ? നമ്മുടെ പൂരത്തിന് വരുമോ? വരും. ലോകമറിയുന്ന കലാകാരനാണെങ്കിലും അതിന്റെയൊന്നും യാതൊരു അഹങ്കാരവും അയാൾക്കില്ല. എത്രയെത്ര അംഗീകാരങ്ങളോ അവാർഡുകളോ അയാളെ നേടിയ ജീവിക്കണേ. പറഞ്ഞു നാക്കോ വായിട്ടില്ല. ആ വരുന്നത് കുഞ്ഞുകുട്ടന്മാരല്ലേ? കൂടെ ആരാ? അതാ എത്താള ശിവരാമന. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയുക. നല്ല വിശേഷങ്ങൾ. നാട് കൂടുമ്പോൾ അതിൽ കൂടെ ഈ ഒരുപാട് കൂടും. പൊതുവായിട്ട് വാള് വെക്കാറുണ്ടോ? പൊതുവാളെ വാളല്ല, പരിചയം വെക്കാറ്. എന്റെ ശിവരാമ. രാമേട്ടന് എങ്ങനെയുണ്ട് കുടുംബങ്ങളൊക്കെ? ഇങ്ങനെ തട്ടി മുട്ടിയും ദൈവം സഹായിച്ചെന്ന് പോകുന്നു. ഞങ്ങളുടെ വിശേഷമൊക്കെ പറഞ്ഞു. കുഞ്ഞുട്ടന്മാരുടെ വിശേഷങ്ങൾ ഒന്നും കണ്ടു പറഞ്ഞില്ല. എനിക്കെന്ത് വിശേഷം? രാവും പകലും വിശ്രമില്ലാതെയുള്ള ഈ ഓട്ടം. എത്തിയോടത്ത് വായിച്ച് അവിടെ നിന്ന് കിട്ടുന്നത് കഴിച്ച് ഉള്ളിൽ കനലെരിയുമ്പോഴും ആരാധനയുടെ ആവശ്യം അത് ചെണ്ടെടുത്ത് വിട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതും ഹൃദയത്തിലങ്ങ് ഞങ്ങൾ സൂക്ഷിച്ചു. അതല്ല പൊതുവാളെ ഈ ചേട്ടന്റെ പ്രശ്നം. ഒരു ദിവസം തന്നെ 2 പരിപാടിക്ക് പോകാൻ പറ്റുമോ? ആദ്യം എഗ്രിമെന്റ് എഴുതിയവർക്ക് പോയാൽ മറ്റേ കമ്മിറ്റിക്കാർ തല്ലും. ഭീഷണിയും ഏറ്റുമുട്ടലും. ഒരാളങ്ങനെ പ്രശസ്തനായ മനസ്സമാനം ഉണ്ടാവില്ല. എന്റെ കുഞ്ഞുചേട്ടൻ ഉറങ്ങിയിട്ട് തന്നെ എത്ര ദിവസമായെന്ന് അറിയോ? ശിവരാമൻ, ഇതൊന്നും നാട്ടുകാരെ അറിയിക്കണ്ട എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയും? എപ്പോഴും നീളെ കൊടി നടക്കുന്ന എനിക്ക് ഇത്തിരി ഉത്തരവാദിത്തമൊക്കെ ഉണ്ട്. എല്ലാ ഒരു കമ്മിറ്റിക്കാർക്കും ഇല്ലേ? എനിക്കൊരാൾക്ക് എങ്ങോട്ടേക്ക് ഓടാൻ പറ്റും. അതും ശരിയാണ്. എന്റെ പേര് കമ്മിറ്റിക്കാർക്ക് അർഹിക്കുന്നത് കാണുമ്പോൾ മനസ്സ് വേദനിക്കുക. ഈ പരിപാടികൾക്ക് സന്യസിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുക.
എന്താ അസംബന്ധായി പറയണേ? അങ്ങനെയൊന്നും ആലോചിച്ചു കൂടി എല്ലാവർക്കും എന്നെ വേണം, അല്ല എന്റെ കഥയെ വേണം. പക്ഷേ എന്റെ കുടുംബം ആരെങ്കിലും ഒരു വാക്ക് അന്വേഷിച്ചിട്ടുണ്ടോ? നിനക്കറിയോ, തായ്മയുടെ ആചാര്യം മഠത്തിൽ കുഞ്ഞികൃഷ്ണന്മാര എന്റെ അച്ഛൻ ഇന്ന് തളർന്നു. ഒരു കാലത്ത് എല്ലാവരും അച്ഛനെ തോളിലേറ്റ് പുകഴ്ത്തി പാടി ബോധം കെട്ടും വരെ മദ്യം കുടിപ്പിച്ചു, അച്ഛനെ സന്തോഷിപ്പിച്ചു. അതിനിടയിൽ തകർന്നത് ഞങ്ങളുടെ കുടുംബം. എല്ലാ പ്രശസ്തർക്കും പറ്റുന്ന അബദ്ധം. എല്ലാ ദുരിതങ്ങൾക്കും മുന്നിലും കണ്ണീരൊഴുക്കാതെ അച്ഛനെ കാണപ്പെട്ട ദൈവമായി കണ്ട് ഒരു വിഷമം പുറത്ത് കാണിക്കാതെ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ വളർത്തി. അവസാനം അമ്മയും തളർന്നു വീണപ്പോ 10 വയസ്സുകാരനായ ഞാൻ മിടിച്ചു നിന്ന് പോയി. അവിടെ നിന്നോട്ട് ഊർജം സംഭരിക്കുകയായിരുന്നു. തോൽവി ഏറ്റുവാങ്ങാനും തലകുറിച്ച് നിൽക്കുവാനും എന്റെ പ്രാരാബ്ദത്തിന് അനുവദിച്ചില്ല. തായ്മരവിദ്വാൻ മഠത്തിൽ കുഞ്ഞികൃഷ്ണന്മാരുടെ മകൻ ചിറക് മുളക്കുന്ന മുമ്പേ പറക്കാൻ പഠിച്ചു, പാടാൻ പഠിച്ചു. പട്ടിണിയിലായ കുടുംബത്തെ എന്റെ കൊക്കിലൊതുക്കുന്ന സ്നേഹം കൊടുത്ത് അവർ ഞാൻ കുട്ടി ഉറക്കി. കുഞ്ഞിട്ടേട്ടാ, പറഞ്ഞു നിൽക്കാൻ സമയമില്ല, ഇന്ന് പരിപാടിയുള്ളതാ. അറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഉള്ളിൽ അടക്കി വെച്ചതെല്ലാം ഒരു നിമിഷം പുറത്തേക്ക് വന്നുപോയി. ക്ഷമിക്കണം. അല്ല, കുറച്ചു ദിവസം മദ്രാസിലുണ്ടായിരുന്നു കേട്ടല്ലോ. എന്താ പരിപാടി? അവിടെയും പോരുണ്ടോ? അവിടുത്തെ മലയാളി സംഘടനയുടെ മേളശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങാൻ പോയതാ. മതി, ഇപ്പൊ തന്നെ നേരം വരും. ഇനിയൊക്കെ വന്നിട്ട് പറയാം. ആ ശരി, വരട്ടെ. എന്താ ചെയ്യാ? പ്രശസ്തി അധികമായാൽ